മിണ്ടിയും പറഞ്ഞും വിത്ത് യോർ ഹോസ്റ്റ് നീരജ. എല്ലാവർക്കും ആദ്യം തന്നെ ഒരു വെരി വെരി ഹാപ്പി ന്യൂ ഇയർ. ഐ ഹോപ്പ് ദാറ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും അടിപൊളി ന്യൂ ഇയർ സെലിബ്രേഷൻസ് ഒക്കെ ഉണ്ടായിരുന്നെന്ന് ഞാൻ വിചാരിക്കുന്നു. ഞങ്ങളുടെ ന്യൂ ഇയർ സെലിബ്രേഷൻ വളരെ മിനിമൽ ആയിരുന്നു. വീട്ടിൽ തന്നെ ആയിരുന്നു. എൻ്റെ അച്ഛനും അമ്മയും എല്ലാവരും ഉണ്ട് വീട്ടിൽ. അപ്പം ഞങ്ങൾ എല്ലാവരും കൂടെ ഒത്തുകൂടി ഒരു ചെറിയ ഒരു സെലിബ്രേഷൻ ആയിരുന്നു. സത്യം പറഞ്ഞാൽ കുറേ കാലത്തിന് ശേഷം എനിക്ക് ഇപ്രാവശ്യം എനിക്ക് വലിയതായിട്ട് ഒന്നും തോന്നുന്നില്ല. ന്യൂ ഇയർ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ആഹ്, പ്രായമാവുന്നതിൻ്റെ ആണോ എന്നറിയില്ല. പക്ഷേ കാര്യമായിട്ടൊന്നും തോന്നിയൊന്നുമില്ല. ഒരു ദിവസം വന്നു, അത്രേ ഉള്ളൂ. എനിക്ക് യൂഷ്വലി ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ആഹ്, ന്യൂ ഇയർ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമുക്ക് എന്തോ പുതിയതായിട്ട് ആഹ്, കുറേ മാറ്റങ്ങൾ വരുത്താൻ പറ്റുന്ന, കുറേ പോസിറ്റീവ് ചേഞ്ചസ് കൊണ്ടുവരാൻ പറ്റുന്ന അങ്ങനത്തേനൊക്കെ ഞാൻ വിചാരിക്കാറുണ്ടായിരുന്നു ന്യൂ ഇയറിനെ പറ്റിയിട്ട്. പക്ഷേ സംവെയർ അലോങ് ദ ലൈൻ ഇപ്രാവശ്യം എനിക്ക് അങ്ങനെ തോന്നിയില്ല. ഇപ്രാവശ്യം എനിക്ക് കൂടുതലായിട്ടും തോന്നിയത് ഒരു ദിവസം വരുന്നു, അത്രേ ഉള്ളൂ. നമ്മളതിൻ്റെ ഡേറ്റ് മാറ്റുന്നു, അത്രേ ഉള്ളൂ. അല്ലെങ്കിൽ നമ്മൾ എഴുതുന്ന ഡേറ്റ് 2023 എന്ന് മാറി 2024 എന്നാവുന്നു. അത്രയേ ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നിയത്. പക്ഷേ ഞാനിത് പറയണത് കേൾക്കുമ്പോൾ അത് ഭയങ്കര നെഗറ്റീവ് ആയിട്ടുള്ളൊരു കാര്യമായിട്ട് തോന്നുമായിരിക്കും. എനിക്കറിയില്ല. പക്ഷേ ഞാൻ ആക്ച്വലി അത് ഉദ്ദേശിക്കുന്നത് വളരെ പോസിറ്റീവ് ആയിട്ടാണ്. കാരണം അല്ലെങ്കിൽ ഈ ഒരു ദിവസത്തിന് അല്ലെങ്കിൽ ഈ ഒരു ആഴ്ചയ്ക്ക് എസ്പെഷ്യലി അല്ലെങ്കിൽ ജാനുവരിയിൽ എസ്പെഷ്യലി ഇതിനൊരു വല്ലാത്തൊരു ഭാരമുണ്ട്. നമുക്ക് എന്തൊക്കെയോ വലുതായിട്ട് മാറ്റാനുണ്ട്, നമുക്ക് എന്തൊക്കെയോ മാറാനുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ഒരു ഭാരം ഉള്ളതുപോലെ തോന്നും. എന്നാൽ അങ്ങനെ വിചാരിക്കാതെ നമ്മള് ഇതൊരു വേറൊരു ദിവസം മറ്റൊരു ദിവസം പോലെ തന്നെയാണ് എന്ന് വിചാരിക്കുമ്പം അതില് ഈ എക്സ്പെക്ടേഷൻസിന്റെ ഭാരം ഇല്ലല്ലോ. അതാണ് എനിക്ക് തോന്നിയത്. ആൻഡ് ഞാൻ പറഞ്ഞ പോലെ അത് വളരെ പോസിറ്റീവായിട്ടാ ഞാൻ പറയുന്നത്. അത് ചിലപ്പം അതിൻ്റെ ഒരു ചെറിയൊരു സെൻസിൽ അതൊരു നെഗറ്റീവ് ഇതായിട്ട് തോന്നുമായിരിക്കും, എനിക്കറിയില്ല. പക്ഷേ ഞാൻ ഉദ്ദേശിക്കുന്നത് ഇത് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു രീതിയിലാണ്. ആഹ്, നമ്മള് നമ്മളിങ്ങനെ പല കാര്യങ്ങളും ആഹ്, ഒരു ദിവസത്തിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യും. അല്ലേ? ഈ പറഞ്ഞ മാതിരി നന്നാവാനായിട്ട് ന്യൂ ഇയർ ആയിട്ട് ഇനി നന്നാവാ. ന്യൂ ഇയർ ആയിട്ട് ജിമ്മിൽ പോവാം. ന്യൂ ഇയർ ആയിട്ട് ഞാൻ എൻ്റെ ഹാബിറ്റ്സ് ഒക്കെ മാറ്റാം. ഇങ്ങനെ നമ്മൾ ഒരു ദിവസം വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യും. നമ്മൾ നന്നാവാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമുക്ക് നല്ലത് വരാൻ വേണ്ടിയിട്ടും ഒക്കെ. ആൻഡ് അത് ഒരു ഒരു തരത്തിൽ അത് ആലോചിക്കുമ്പോൾ അത് ഭയങ്കര ഹോപ്പ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. ഓക്കെ. പക്ഷേ പിന്നൊന്ന് ആലോചിക്കുമ്പോൾ എനിക്ക് തോന്നും, എന്തുകൊണ്ട് നമുക്കത് ഇന്നാക്കിക്കൂടാ? എന്തിനാ നമ്മൾ നാളത്തേക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നേ? ഇന്ന് ചെയ്യാൻ പറ്റണത് എന്തും ഇന്ന് തന്നെ ചെയ്തൂടെ എന്ന് ആഹ്, തോന്നും. ഇതിപ്പം എന്നെ അറിയാവുന്നവരൊക്കെ ഇത് കേൾക്കുമ്പോൾ അവര് വിചാരിക്കും പറഞ്ഞുകൊണ്ടിരിക്കാൻ നല്ല രസാണ്. ഇത് ഒട്ടും ചെയ്യണ ഒരാളല്ലല്ലോ എന്നുള്ളത് സത്യമായിട്ടും എന്നെ അറിയുന്ന ആൾക്കാര് വിചാരിക്കും. കാരണം എനിക്ക് ഈ പ്രശ്നമുണ്ട്. ഞാൻ ഒരുപാട് ആഹ്, വെയിറ്റ് ചെയ്ത് അല്ലെങ്കിൽ എനിക്ക് ഈ സ്റ്റാർട്ടിങ് ട്രബിൾ ഭയങ്കര കൂടുതലായിട്ടുള്ളതാണ്. എനിക്ക് എല്ലാ കാര്യങ്ങൾക്കും ഐ ഓവർ തിങ്ക്. അപ്പൊ ഈ ഓവർ തിങ്ക് ചെയ്യണത് കാരണം കൊണ്ട് എനിക്കൊരു ഒരു ഇത് കിട്ടില്ല. എന്താ പറയാ, ആഹ്, എപ്പഴും എന്ത് ചെയ്യാനാണെങ്കിലും ഒരു ഡിലേ ഉണ്ടാവും എനിക്ക്. ഞാൻ ഭയങ്കര സ്പോണ്ടേനിയസ് ആണ്. അതല്ലാന്നല്ല. ഐ ഡോണ്ട് നോ ഇഫ് ദിസ് ഈസ് വെരി കൺഫ്യൂസിങ്. പക്ഷെ ഞാൻ ഞാൻ ഭയങ്കര സ്പോണ്ടേനിയസ് ആണ്. എനിക്ക് എന്തെങ്കിലും ചെയ്യണമെന്ന് തോന്നിയാൽ ഞാൻ പെട്ടെന്ന് ചെയ്യും. അതൊക്കെ ചെയ്യും. പക്ഷേ സംശയം ഈ ഓവർ തിങ്കിങ് കാരണം കൊണ്ട് ആങ്സൈറ്റി ഉണ്ടാവാറുണ്ട് എനിക്ക് വല്ലാണ്ട്. ആൻഡ് അത് കാരണം കൊണ്ട് ഒരുപാട് കാര്യങ്ങള് ഞാൻ ചെയ്യുന്നതിൽ നിന്ന് ഞാൻ തന്നെ എന്നെ സ്റ്റോപ്പ് ചെയ്യാറുമുണ്ട്. ആം, ഈ ന്യൂ ഇയർക്ക് ഇപ്പം ഞാൻ ഒരു ന്യൂസ് ലെറ്റർ എഴുതിയിട്ടുണ്ടായിരുന്നു. ആ ന്യൂസ് ലെറ്റർ എഴുതി ഞാൻ അയച്ചപ്പം അതിനകത്ത് പറഞ്ഞിരുന്നൊരു കാര്യമാണ്. അതായത് ലെറ്റിങ് ഗോ ഓഫ് ലിമിറ്റഡ് ബിലീഫ്സ്. ഇത് വളരെ ആവശ്യമുള്ളൊരു കാര്യമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്കെല്ലാവർക്കും നമ്മൾ പോലും ചിലപ്പോൾ റിയലൈസ് ചെയ്യാതെ ഈ ഒരു കാര്യം ഉണ്ടാവും. അതായത് നമുക്ക് വളരെ ലിമിറ്റിംഗ് ആയിട്ടുള്ള ബിലീഫ്സ് ഉണ്ട്. നമ്മളെക്കൊണ്ട് ഇതൊക്കെ ചെയ്യാൻ പറ്റില്ല, നമുക്ക് ഇത്രയൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഇതൊന്നും നമുക്ക് വിധിച്ചിട്ടുള്ളതല്ല. ഇങ്ങനെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ അക്സെപ്റ്റൻസിന്റെ പേരിൽ നമ്മൾ ഇങ്ങനത്തെ ഒരുപാട് ലിമിറ്റിംഗ് ബിലീഫ്സിനെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യാറുണ്ട്. ആൻഡ് ഐ തിങ്ക് അത് നമുക്ക് ഭയങ്കര
എൻ്റെ ജീവിതത്തിൽ ഞാൻ എൻ്റെ കാര്യമാണ് സ്പെസിഫിക്കലി പറയുന്നത്. ഇത് ഞാൻ ജനറലൈസ് ചെയ്ത് എല്ലാവരുടെയും കാര്യമല്ല പറയണത്. പക്ഷേ എന്നെപ്പോലെ തന്നെ ഇങ്ങനെ ആലോചിക്കുന്ന, ഇങ്ങനെ അനുഭവിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഇത് ഹെൽപ്ഫുൾ ആയിരിക്കും എന്ന് പറഞ്ഞിട്ടാട്ടോ ഞാനിത് പറയുന്നത്. നമ്മൾ ഈ ലിമിറ്റഡ് ബിലീഫ്സും വെച്ചിട്ട് ജീവിക്കുമ്പം നമുക്ക് നഷ്ടപ്പെടുന്ന ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അതൊന്ന് നമുക്ക് എനിക്ക് എപ്പഴും ഞാൻ ഈ നഷ്ടപ്പെടുത്തുന്ന ഓപ്പർച്യൂണിറ്റീസ് ആലോചിച്ചിട്ട് പിന്നീട് ഒരുപാട് റിഗ്രറ്റ് ഉണ്ടാവാറുണ്ട്. എനിക്ക് ഭയങ്കരമായിട്ടും റിഗ്രറ്റില് ജീവിക്കണ ഒരാളാണ് ഞാന്. കാരണം എനിക്ക് ഈ പറഞ്ഞതുപോലെ ഓവർ തിങ്കിങ് കാരണം കൊണ്ടും, ആങ്സൈറ്റി കാരണം കൊണ്ടും, എനിക്ക് എന്നെ പറ്റിയിട്ട് തന്നെ ഒരു എന്താണ് ഒരു പോസിറ്റീവായിട്ടുള്ളൊരു ഇതില്ലാത്തത് കൊണ്ടും, ഞാനിങ്ങനെ പോസിറ്റീവായിട്ട് ആലോചിക്കാത്തത് കൊണ്ടും ഒക്കെ ആയിട്ട് എനിക്ക് ആഹ് ഞാൻ ഒരുപാട് അവസരങ്ങള് നഷ്ടപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ ട്രൈ ചെയ്യാറുണ്ട് ട്ടോ. ഒരുപാട് ഞാൻ ട്രൈ ചെയ്യാറുണ്ട്. അങ്ങനെ നഷ്ടപ്പെടുത്താതിരിക്കാനും, അങ്ങനെ ആവാതിരിക്കാനും ഒക്കെ ഞാൻ ഒരുപാട് ട്രൈ ചെയ്യണ ഒരാളാണ്. എന്നാൽ പോലും എന്നെക്കൊണ്ട് കഴിയണതിന്റെ 100% കൊടുക്കാതെ ഞാൻ മാറി നിൽക്കുന്ന ഒരുപാട് അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ ആലോചിക്കുമ്പോ ഞാൻ പിന്നോട്ട് തിരിഞ്ഞ് ആലോചിക്കുമ്പോ ഞാൻ ആലോചിക്കും, എന്തിനാ ഞാൻ അന്ന് അങ്ങനെ ചെയ്തത്? എന്തിനാ അന്ന് ഞാൻ അത് ചെയ്യാതിരുന്നത്? അങ്ങനെ ആലോചിക്കും. അപ്പൊ അത് വെച്ചിട്ടാണ് ഞാൻ പറയണത്. നമ്മുടെ ഈ ലിമിറ്റിംഗ് ബിലീഫ്സ് നമ്മളെ അതൊരു തരം ആം, അതൊരു തരം എന്താ പറയാ, ഒരു ഒരു ഓൾമോസ്റ്റ് ഒരു ഹാലൂസിനേഷൻ പോലെയാണ്. ശരിക്കും അതൊന്നും സത്യമല്ല. നമ്മുടെ മനസ്സിൽ ഈ നെഗറ്റീവ് സെൽഫ് ടോക്ക് എന്നുള്ളൊരു സാധനം നമ്മള് പോലും അറിയാതെ കേറി വരുന്നൊരു കാര്യമാണ്. നമുക്ക് പോലും മനസ്സിലാവാതെ നമ്മുടെ അകത്തോട്ട് ഇത് കേറി വരുവാണ് ഇങ്ങനൊരു വിശ്വാസം. അപ്പം നമ്മളെക്കൊണ്ട് ഇത് കഴിയില്ല. പിന്നെ പണ്ട് നിങ്ങള് 'താരേ സമീൻ പർ' സിനിമ കണ്ടിട്ടുണ്ടെച്ചാ നിങ്ങക്കറിയാം. അതായത് ഒരു മരത്തിനെ നിങ്ങളിങ്ങനെ ശപിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാ ആ ശാപം കേട്ട് പിന്നെ അത് വളരില്ല എന്നുള്ളത്. അത് ശരിക്കും ഇത് നമ്മള് പറയുമ്പോ ഭയങ്കര ക്ലിഷേഡ് ആയിട്ട് തോന്നും. പക്ഷെ ശരിക്കും അത് നമ്മുടെ ജീവിതത്തില് സത്യമായിട്ടുള്ള ഒരു കാര്യമാണ്. എസ്പെഷ്യലി ഇൻ ദ കേസ് ഓഫ് സെൽഫ് ടോക്ക്. നമ്മള് നമ്മളെ പറ്റിയിട്ട് തന്നെ നമ്മളിങ്ങനെ വിചാരിച്ച്, വിശ്വസിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുമ്പം സംവെയർ ഡൗൺ ദ ലൈൻ ഇറ്റ് ബിക്കംസ് അവർ ട്രൂത്ത്. നമ്മൾ ശരിക്കും അങ്ങനെ ആയിപ്പോവും. എന്തിനു വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്? എനിക്കറിയുന്ന കുറച്ച് ആൾക്കാരുണ്ട്. എൻ്റെ കുറച്ച് കൂട്ടുകാരുണ്ട്. എന്ത് വന്നാലും കുഴപ്പമില്ല. ഇപ്പൊ അവർക്ക് നന്നായിട്ട് ഡാൻസ് കളിക്കാൻ അറിയില്ല. പക്ഷെ അവർക്ക് ഡാൻസ് കളിക്കാൻ ഇഷ്ടമാണെന്നുള്ളത് കൊണ്ട് അവര് ഡാൻസ് കളിക്കും. ദേ ഡോണ്ട് കെയർ അബൌട്ട് അതർ പീപ്പിൾ. ഇപ്പം മിക്ക ആൾക്കാരും ആക്ച്വലി അങ്ങനെ ആണ്. എനിക്ക് തോന്നുന്നു നമ്മുടെ അടുത്ത ജനറേഷനിൽ ഞാൻ പറയുന്നത് എൻ്റെ പ്രായത്തിലുള്ള ആൾക്കാരല്ല, എന്നെക്കാട്ടിലും ചെറിയ ആൾക്കാർക്ക് ഇപ്പം അങ്ങനെ ഒരു ഭയങ്കര അൺഹിഞ്ച്ഡ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യാനുള്ളൊരു ധൈര്യം ഉണ്ട്. കുറച്ച് പേർക്കെങ്കിലും നമ്മൾ കാണുന്ന ആൾക്കാർക്ക്. ഇപ്പം നമ്മൾ ഈ റീൽസിലും ഇങ്ങനത്തെ കുറേ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് വന്നതോടെ ഒരുപാട് ആൾക്കാരുടെ ഈ ഒരു ആറ്റിറ്റ്യൂഡ് മേ ബി മാറിയിട്ടുണ്ട്. പക്ഷേ എന്നാ പോലും നമ്മള് കാണുന്നത് വളരെ ചെറിയൊരു പെർസെന്റേജ് ഓഫ് ആൾക്കാരാണ്. ഇത് ആഗ്രഹിച്ചിട്ട്, ഇത് ചെയ്യണംന്ന് വിചാരിച്ചിട്ട് അത് ചെയ്യാതെ അല്ലെങ്കിൽ ഇതുപോലെ മടിച്ച് ആലോചിച്ച് നിൽക്കുന്ന ഒരു ഒരുപാട് ആൾക്കാര് അല്ലെങ്കിൽ ആ പെർസെന്റേജ് ആയിരിക്കും ആക്ച്വലി കൂടുതല്. ഞാന് ആഹ് അപ്പം ഈ വർഷം ഞാൻ റിയലൈസ് ചെയ്തത് ഞാൻ പറഞ്ഞല്ലോ, എനിക്കിതിപ്പോ ഇതിനകത്ത് ഇങ്ങനെ ഒരു എക്സ്പെക്ടേഷൻ്റെ ഒരു ഭാരം കൊടുക്കാതെ ഞാൻ തീരുമാനിച്ച ഒരൊറ്റ ഒരു കാര്യമേ ഉള്ളൂ. എൻ്റെ വഴി വരുന്ന ഓപ്പർച്യൂണിറ്റീസ് എന്താണെങ്കിലും തന്നെ അത് ഞാൻ പോസിറ്റീവായിട്ട് അക്സെപ്റ്റ് ചെയ്യും. അതായത് എന്ത് തന്നെ ആയിക്കോട്ടെ, എനിക്ക് വരുന്ന ഓപ്പർച്യൂണിറ്റീസ് ഞാൻ എൻ്റെ ആങ്സൈറ്റി കാരണം കൊണ്ടും നെഗറ്റീവ് സെൽഫ് ടോക്ക് കാരണം കൊണ്ടും ഞാന് അത് ചെയ്യാണ്ടിരിക്കില്ല എന്നാണ് ഞാനിപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. Uh, I hope that you all find this strength to um, love yourself unconditionally. ഈ സെൽഫ് ലവിൻ്റെ കാര്യം പറയുമ്പം ഒരു കാര്യം എന്താന്ന് പറഞ്ഞാൽ, ഇപ്പോഴത്തെ ഒരു കാലത്ത് ഈ സെൽഫ് ലവ് എന്ന് വെച്ചാൽ നിങ്ങൾ സെൽഫിഷ് ആയിട്ട് കുറേ കാര്യങ്ങൾ ചെയ്യുന്നതോ, അല്ലെങ്കിൽ നിങ്ങൾ സെൽഫ് ലവിൻ്റെ പേരിൽ കുറേ പൈസ നിങ്ങളുടെ പുറത്ത് ചിലവാക്കുന്നതും, അതും ഇതും അങ്ങനെ ലാവിഷ് ആയിട്ട് ജീവിക്കുന്നതും, മീൻസ് മറന്ന് ജീവിക്കുന്നത്, അതിനെയൊക്കെ എന്നിട്ട് സെൽഫ് ലവ് എന്ന് ഡിഫൈൻ ചെയ്യുന്നതും, ആൾക്കാരോട് റൂഡായിട്ട് പെരുമാറിയിട്ട് അതിനെ സെൽഫ് ലവ് എന്ന് ഡിഫൈൻ ചെയ്യുന്നത്, അതൊന്നും അല്ല. സെൽഫ് ലവ് എന്ന് വെച്ചാല് നിങ്ങളെ അക്സെപ്റ്റ് ചെയ്യുന്നതും, നിങ്ങളുടെ ഷോർട്ട് കമ്മിങ്സിനെ ആണെങ്കിലും ഒക്കെ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്തിട്ട്, നിങ്ങള്
ജീവിക്കുക. എവറി ഡേ യു ഫൈൻഡ് ന്യൂ മീനിങ് ഇൻ ലൈഫ്. യു ഫൈൻഡ് ന്യൂ വേസ് ടു ലിവ് ലൈഫ്. അതാണ് എനിക്ക് തോന്നുന്നു ദ ഡെഫിനേഷൻ ഓഫ് സെൽഫ് ലവ്. ബിക്കോസ് എനിക്ക് തോന്നുന്നത് ഇന്നത്തെ ദിവസം ഇന്നേ ഉള്ളൂ. ഇന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് എന്താ പറയുക, അടുത്ത ദിവസം നിങ്ങൾക്കൊരു എന്താണ്, നാളത്തെ ദിവസത്തിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് ഒരു ഗ്യാരണ്ടി ഇല്ല. അപ്പം നിങ്ങൾക്ക് എന്താ ചെയ്യാൻ പറ്റുക? നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് ഇന്നത്തെ ദിവസം മാക്സിമം അങ്ങോട്ട് ജീവിക്കുക. മാക്സിമം പോസിറ്റീവായിട്ട്, മാക്സിമം എന്താണ്, ഏഹ്, കഴിയുന്ന അത്രയും ലവ് അനുഭവിച്ചത്. അതായത് സ്വന്തമായിട്ടും നിങ്ങളെ തന്നെ നിങ്ങളുടെ ജീവിതത്തിനെ, നിങ്ങളുടെ സമയത്തിനെയൊക്കെ റെസ്പെക്റ്റ് ചെയ്ത് സ്നേഹിച്ച് നിങ്ങൾ ജീവിക്കുക. ആൻഡ് ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ബിക്കോസ് ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് നാളത്തെ കാര്യത്തിനെ പറ്റിയിട്ട് നമുക്കൊരു ഗ്യാരണ്ടി ഇല്ല. ഇതൊക്കെ ഞാൻ പറയുന്നുണ്ടെന്നേ ഉള്ളൂ കേട്ടോ. സത്യം പറഞ്ഞാൽ ഇറ്റ് വാസ് എ വെരി ഡിഫിക്കൾട്ട് തിങ് ടു ആക്ച്വലി ഫോളോ. എനിക്ക് ഇതൊക്കെ കോൺഷ്യസ്ലി എൻ്റെ മൈൻഡിൽ അറിയാം. ഞാനിതൊക്കെ വർത്താനം പറയുമ്പോൾ വേറെ ആൾക്കാരോട് പറയുമ്പോഴും ഒക്കെ ഇത് ഒരുപാട് ഞാൻ എല്ലാവരോടും പറയണ ഒരു കാര്യമാണ്. എന്നാൽ പോലും ഞാനിത് ഫോളോ ചെയ്യുന്ന ഒരാളൊന്നും അല്ല. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, എന്നെ നന്നായിട്ട് അറിയണ ആൾക്കാർ ഇത് കേൾക്കുമ്പോൾ അവർ വിചാരിക്കുന്നുണ്ടാവും, ആ ഇവളിത് ചുമ്മാ ഇരുന്ന് ഇങ്ങനെ പറയുന്നേ ഉള്ളൂ, ഇവളിതൊന്നും ചെയ്യാറില്ലല്ലോ എന്നുള്ളത്. സത്യമാണ്, എനിക്കത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് ചെയ്യാനായിട്ട്. എൻ്റെ ആങ്സൈറ്റിയും എൻ്റെ പാസ്റ്റ് ട്രോമയും എല്ലാം കൊണ്ട് എനിക്ക് എൻ്റെ പെർസെപ്ഷൻ ഓഫ് എ ലോട്ട് ഓഫ് തിങ്സ് ആർ വെരി ഡിഫറെൻറ്റ് ഫ്രം വാട്ട് ഇറ്റ് യൂസ് ടു ബി. uh, I feel like as a younger girl, I used to be very hopeful, and the older I become, the more cynical I become of things. That is the truth. That is how things are, and I think that's a natural progression for a lot of people. പക്ഷേ ദാറ്റ്സ് നോട്ട് ദ അഗൈൻ, ഞാൻ ഇതിന് ശരിയും തെറ്റും ഒന്നുമല്ല പറയാൻ വരുന്നത്. പക്ഷേ അതല്ല, പ്രോബബ്ലി ദാറ്റ് ഇസ് നോട്ട് ദി മോസ്റ്റ് ഓപ്റ്റിമൽ വേ ടു ലിവ്. പ്രോബബ്ലി ദ വേ ഐ ലുക്ക് അറ്റ് ലൈഫ് ഇസ് നോട്ട്, ഐ മീൻ ഐ നോ ദിസ്, ദാറ്റ് ഇറ്റ്സ് നോട്ട് ദി മോസ്റ്റ് ഓപ്റ്റിമൽ വേ ടു ലിവ് ലൈഫ്. സോ ഞാൻ ഒരുപാട് ട്രൈ ചെയ്യുന്ന ഒരു കാര്യം, ഒരുപാട് ഞാൻ ഇപ്പം എൻ്റെ ജേർണലിംഗ് ആണെങ്കിലും ശരി, ഞാൻ ക്രിയേറ്റീവായിട്ട് ഞാൻ വർക്ക് ചെയ്യാൻ ശ്രമിക്കുന്നതാണെങ്കിലും ശരി, വിച്ച് ഇസ് വാട്ട് ദിസ് പോഡ്കാസ്റ്റ് ഇസ് ഓൾസോ എ പാർട്ട് ഓഫ്. ഞാൻ ശ്രമിക്കുന്നത് ആ ബൗണ്ടറീസ്ന്ന്, ഞാൻ തന്നെ സെൽഫ് ഇമ്പോസ്ഡ് ആയിട്ട് എൻ്റെ ചുറ്റും ബിൽഡ് ചെയ്തിട്ടുള്ള ബൗണ്ടറീസ്ന്ന് എങ്ങനെയെങ്കിലും പുറത്ത് കടക്കാനുള്ള എൻ്റെ ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ എൻ്റെ ക്രിയേറ്റീവ് പ്രോസസ്സിനെയും എൻ്റെ ജേർണലിംഗ് പ്രോസസ്സിനെയും ഒക്കെ ഞാൻ കാണുന്നത്. ഞാൻ ജേർണലിംഗ് പ്രോസസ്സ് എന്നൊക്കെ ഇത്രയും പറയുന്നുണ്ടെങ്കിലും ഞാൻ വളരെ കൺസിസ്റ്റൻ്റ് ആയിട്ട് ജേർണൽ ചെയ്യുന്ന ഒരാളൊന്നും അല്ല. പക്ഷേ ജേർണലിങ്ങിനെ പറ്റിയിട്ടും ഒക്കെ മറ്റൊരു ദിവസം ഞാൻ സംസാരിക്കാം. കാരണം അതിനെ പറ്റിയിട്ടൊക്കെ സംസാരിക്കാൻ തുടങ്ങിയാൽ ഒരുപാട് കാര്യങ്ങളിലേക്ക് കടക്കും നമ്മൾ. പക്ഷേ every time I reach out for my journal, I've noticed that it's mostly when I feel anxious and lost and hopeless. And ഈ തോട്ട്സും ഇതെല്ലാം എഴുതി കഴിയുന്നത് വരെയും എനിക്ക് അതിൽ നിന്ന് പുറത്ത് കടക്കാൻ ഭയങ്കര പാടാണ്. അത് എത്ര ദിവസമാണെങ്കിലും ശരി, അൺലെസ് ഐ റിയലി സിറ്റ് ഡൗൺ ആൻഡ് റൈറ്റ് അബൌട്ട് ഇറ്റ്, ഐ എം നോട്ട് ഏബിൾ ടു റിയലി കം ഔട്ട് ഓഫ് ഇറ്റ്. ആൻഡ് ഇറ്റ് മൈറ്റ് സിംപ്ലി ബി ബിക്കോസ് ഈ നമുക്ക് തോന്നുന്ന ഈ ഈ ഫീലിങ്സ് ഉണ്ടല്ലോ, അതായത് ഈ ഹോപ്പ്ലെസ്നെസ് ആണെങ്കിലും ആങ്സൈറ്റി ആണെങ്കിലും ദേഷ്യമാണെങ്കിലും എന്താണെങ്കിലും അത് പുറത്തേക്ക് കടക്കാനുള്ള ഒരു ചാനൽ ഇല്ലാത്തത് കൊണ്ടായിരിക്കാം നമുക്കത്, അല്ലെങ്കിൽ ജേർണലിംഗ് അതിനൊരു ചാനൽ ആയതുകൊണ്ടായിരിക്കാം അത് ചെയ്യുന്നത് വരയ്ക്കും നമുക്ക് അതിൽ നിന്ന് പുറത്ത് വരാൻ പറ്റാത്തത്. പക്ഷെ ഞാൻ പറഞ്ഞ പോലെ ജേർണലിങ്ങിനെ പറ്റിയിട്ടും ഒക്കെ നമ്മൾ മറ്റൊരു എപ്പിസോഡിൽ സംസാരിക്കാം. ഐ ജസ്റ്റ് വിഷ് ദാറ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വർഷം അധികം പ്രതീക്ഷകളുടെ ഭാരമൊന്നുമില്ലാതെ ആ മൊമെൻറ്റിൽ ജീവിക്കാൻ കഴിയുന്ന ഒരു വർഷമായിക്കൊള്ളട്ടെ എന്ന് ഞാൻ മനസ്സ് നിറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും വേണ്ടി, ഈ പോഡ്കാസ്റ്റ് കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടി ഞാൻ മനസ്സ് നിറഞ്ഞ് ഇതാണ് പ്രാർത്ഥിക്കാൻ പോകുന്നത്. വൺസ് അഗൈൻ ഐ വിഷ് യു ഓൾ എ വെരി 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 ഹാപ്പി ന്യൂ ഇയർ. ആൻഡ് എല്ലാവർക്കും ഈ എപ്പിസോഡ് പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഈ എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളിത് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യാൻ മറക്കരുത്. ബിക്കോസ് ആസ് എ ക്രിയേറ്റർ ഇത് നമ്മൾ ഭയങ്കര നാർസിസ്റ്റിക് ആണ്. ആസ് എ ക്രിയേറ്റർ, ആസ് എൻ ആർട്ടിസ്റ്റ് നമ്മൾ ആക്ച്വലി ഭയങ്കര നാർസിസ്റ്റിക് ആണ്. നമ്മൾ നമുക്ക് വേണ്ടി മാത്രമാണ് ഈ ആർട്ട് ചെയ്യണതെന്നും അല്ലെങ്കിൽ ഇത് ക്രിയേറ്റ് ചെയ്യണതെന്നൊക്കെ പറയണതൊക്കെ വെറുതെയാണ്. വി ലൈക്ക് ദ ഹൈ ദാറ്റ് വി ഗെറ്റ് വെൻ പീപ്പിൾ ഷെയർ what we create, when people give us feedback about what we create.
അത് അൺഡിനയബിൾ ആയിട്ടുള്ളൊരു ഫാക്റ്റാണ്. സോ please share my podcast with your friends. Please rate my podcast in whichever platform that you're listening to, because it really, really helps motivate me as a creator, me as an artist. So um anyway, I hope that you enjoyed this episode. മറ്റൊരു ടോപ്പിക്കുമായിട്ട് വീണ്ടും മറ്റൊരു ടോപ്പിക്കുമായിട്ട് വീണ്ടും നിങ്ങളുടെ മുന്നിൽ എത്തിച്ചേരുന്നത് വരെ, ദിസ് ഇസ് മിണ്ടിയും പറഞ്ഞും വിത്ത് യോർ ഹോസ്റ്റ് നീരജ.